ഇല്ല. വേണ്ട, ഞങ്ങൾ എന്നെ കണ്ടുപിടിച്ചോളാം. വാടി. എന്താടി അവളുമാര് പറഞ്ഞു പോയതിന്റെ അർത്ഥം? എനിക്കെങ്ങനെ അറിയാം? സൂക്ഷിച്ചു താരെ. ബുദ്ധിപൂർവ്വം ഇതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഉദ്ദേശം അവൾക്ക്. അത് തടയണം. തടഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ അവൾക്ക് മുമ്പേ നമ്മൾ ഈ പടിയിറങ്ങേണ്ടി വരും. ഹലോ, എന്താ മോളെ? ആര് പറഞ്ഞു? ഇല്ല, മോള് കേട്ടത് ശരിയല്ല. അമ്മ ആ വഴിക്ക് പോയിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെയാ ഞാൻ അവരെ കാണുന്നത്? ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഷോ. ശരി. അമലാമോളാണല്ലേ മാഡം? അതെ. അവൾക്ക് എന്തൊക്കെയോ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. മോളെന്താ ചോദിച്ചത്? ഞാൻ ഈയിടെ എങ്ങാനും തറവാട്ട് ക്ഷേത്രത്തിൽ പോയിരുന്നോന്ന്. ആരോ അവൾക്കത് ചോർത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങളല്ലല്ലോ അല്ലേ? അയ്യോ മാഡം, ഞാനല്ല. ഇവിടുന്ന് പറയാത്തൊരു കാര്യം ഞാൻ മോളോട് പറയില്ലെന്നും മാഡത്തിന് അറിയില്ലേ? അറിയാം. പക്ഷേ അവൾക്ക് സംശയമുണ്ട്. അവൾക്ക് ഇപ്പോഴും എസ്കയോട് സോഫ്റ്റ് കോർണർ ഉണ്ടോ തമ്പി? അറിയില്ല മാഡം. ഈ അടുത്തിടയ്ക്ക് വല്ലതും അവള് ശിവയെക്കുറിച്ച് സംസാരിച്ചിരുന്നു? ഇല്ല. പക്ഷേ എന്താ ഒരു പക്ഷേ? ഇന്നലെ രാത്രി മോൾ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് DKക്ക് കൊത്തു കിട്ടിയത് ശരിയാണോന്ന് ചോദിച്ചു. എന്നിട്ട് താൻ എന്ത് പറഞ്ഞു? അത് എനിക്കറിയില്ല, അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അവൾക്ക് എന്തോ സൂചന കിട്ടിയിട്ടുണ്ട്. മാഡം, ഇപ്പം DK ഒന്ന് തളർന്നിരിക്കുക. അടുത്ത അടി ഉടനെ കൊടുക്കണം. തകർക്കാൻ തീരുമാനിച്ച കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർത്ത് തരിപ്പണമൊക്കെ ഞാൻ. പത്തിക്കടി കിട്ടിയ പാമ്പായിപ്പോ DK. മാഡം, SKയും DKയും തമ്മിൽ എങ്ങനെയെങ്കിലും തെറ്റിക്കണം. ഇതോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന് കരുതിയതാ. പക്ഷേ കണക്ക് കൂട്ടൽ ചെറുതായൊന്ന് തെറ്റി. സാരമില്ല, ശരിയായിക്കോളും. ആ DKയിനെ തലയുയർത്താൻ അനുവദിക്കരുത്. എങ്ങനെയെങ്കിലും ഇത് മോൾ അറിയുന്നതിന് മുൻപ് അവസാനിപ്പിക്കണം. തനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ? മനസ്സിലായി മാഡം. വേണ്ടുന്നത് ഞാൻ ചെയ്തോളാം. ഇയാളാണ് അന്ന് സെക്യൂരിറ്റിയെ തട്ടിയിട്ട് ഓടിയത്. ഹോട്ടലിൽ നിന്ന് അന്ന് 2 ഷെഫുമാരാണ് ഫുഡുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഫംഗ്ഷൻ കഴിയുന്നത് വരെ അവരിവിടെ ഉണ്ടായിരുന്നു. ഷെഫിന്റെ അതേ വേഷത്തിലാ ഇയാൾ ഇതിനകത്ത് കയറിയത്. ഇയാൾക്കൊരു സഹായം കൂടി ഉണ്ടായിരുന്നെന്നാ സെക്യൂരിറ്റി പറഞ്ഞത്. ഇതൊന്നും എനിക്ക് സെൻഡി. എന്നെ കുത്തിയെന്ന് സംശയിക്കുന്ന ആളുടെ ഫോട്ടോ ഏത്? ഇയാളുടെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഞാൻ രാവിലെ തന്നെ വിളിക്കാം. ബാക്കി അയാൾ നോക്കിക്കോളും. അമ്മ കഴിച്ചോ?
ഞാൻ എപ്പോഴേ കഴിച്ചു. ശിവയോ? ആ SK കഴിച്ചിട്ടില്ല. അതെന്താ വിളിച്ചില്ലേ? വിശപ്പില്ലാന്ന് പറഞ്ഞു. ശിവയെ ഞാൻ വിളിക്കുന്നു പറ. ചിത്ര, ഞാൻ പോയി വിളിക്കാം. ബേട്ടാ, ശിവയോട് നീ വിഷമമൊന്നും വിചാരിക്കരുത്. അമ്മ എന്തായി പറയുന്നത്? തെറ്റ് ചെയ്തത് അവനല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ പിന്നെ എനിക്ക് അവനോട് എന്തിനാ ദേഷ്യം? വാ ശിവ. ദേ, ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ചാ നിങ്ങൾ ചേട്ടനും അനിയനും കൂടി അയക്കും. ഇരിക്ക്. ഇരിക്കടാ മോനെ. ഇരിക്കടാ. ഇരിക്ക്. നീ എന്താ ഫുഡ് കഴിക്കാത്തത്? കുടിക്ക്. കഴിക്കട. കഴിക്കും മോനെ. അല്ലെങ്കിലും പണ്ട് കുട്ടിക്കാലത്ത് ഒരു പ്ലേറ്റിലാ രണ്ടുപേര് കഴിച്ചോണ്ടിരുന്നത്. ഒരു ദിനം തനതിൻ മലർവനം അരി ഒരു ദിനം തനതിൻ മലർവനം അരികിലകം മിഴികളിൽ ഓ